ഓം ഹരിശ്രീ ഗണപതിയേ നമ. അവിഘ്നമസ്തു ശരദാ ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ സർവേശ്വരായ. ഓം ശ്രീനാരായണ ജഗദ്ഗുരുവേ നമ. ഭഗവാന്റെ അത്ഭുത സിദ്ധികളാണ് കഴിഞ്ഞ ദിവസം വായിച്ച് നിർത്തിയത്. അവിടുന്ന് വീണ്ടും ആ ഭാഗം തന്നെയാണ് തുടങ്ങുന്നത്. അങ്ങയെ ഭജിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെയ്ക്ക് ആശ്വാസം നൽകിയിടേണം ഭഗവാനേ. കലികാലമാകയാൽ കലിയും വിദ്വേഷവും വലിയ പരിതാപമേകുന്നു ഭഗവാനെ. കലികോപാധി ശമിച്ചെപ്പോഴും സമാധാനം പുലരേണം. അതിനായിതാ വണങ്ങുന്നേൻ ഞാൻ വ്രതം പൂണ്ടു നട്ടോരീ പടറ്റി വാഴത്തൈ. അങ്ങതൻ കാരുണ്യത്താൽ നന്നായി കുലയ്ക്കണം. കുലച്ച് കായ്കൾ പഴുക്കുന്ന നേരത്ത് ഭഗവാൻ അകലെയെന്നാകിലും വന്നിത് പൂജിക്കണം. ഭക്തർക്കുള്ള അഭീഷ്ടങ്ങളൊക്കെയും സാധിക്കുന്ന സിദ്ധിയോഗീശ ഭവാൻ അതിനായി കനിയേണം. അതിനായി വന്ദിക്കുന്നേൻ സദ്ഗുരുവരാ ഭഗവാൻ. കനിയേണമേ, കൃപ ചൊരിയണമേ എന്ന് ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചു ദിവസേന നിത്യകർമ്മവും ചെയ്തു വാഴുന്നാളൊരു ദിനം ചോദിച്ചു ചിലർ ഭക്തനോട്, ഇതെന്തിനായിക്കൊണ്ട് ഈ വേദമന്ത്രങ്ങൾ ജപിച്ചിടുന്നു? വ്രതം പൂണ്ട് കോതിനാനപ്പോൾ ഭക്തൻ ശാന്തനായി വിനീതനായി, സാദരം ചൊല്ലാമെൻ്റെ ലക്ഷ്യമായത് കേൾക്കാം. പടറ്റി വാഴത്തെ ഞാൻ നട്ടത് ഭഗവാന്റെ പടുത്തം മാലോകർക്ക് കാട്ടുവാൻ വേണ്ടിയത്രേ. ഭക്തർക്കുള്ള അഭീഷ്ടങ്ങൾ സാധിച്ചു സർവ ഐശ്വര്യസിദ്ധിയെ നൽകും. ഗുരുദേവനെന്നറിഞ്ഞാലും സ്വാമിയെ സങ്കൽപ്പിച്ച് നട്ടോരി വാഴ ഗുരുസ്വാമി തന്നെ അനുഗ്രഹം കൊണ്ടു താൻ വിരിഞ്ഞേടും. വിരിഞ്ഞു വാഴക്കുലഭാഗമായി പഴുക്കുമ്പോൾ വിരവിൽ ഗുരുദേവൻ ഭുജിപ്പാൻ അണഞ്ഞിടും. ഭുജിക്കും ഭഗവാൻ പഴം, ഭവസാഗരെ നിന്ന് ലഭിക്കും മോക്ഷം, അതുകൊണ്ടെനിക്കറിഞ്ഞാലും. പറഞ്ഞു ചിലരപ്പോൾ ഭക്തൻ തന്നെ അഭിലാഷം ഗുരുകാരുണ്യം മൂലം സത്യമായി വരും നൂനം. നാസ്തികരായ ചില ദുഷ്ടന്മാരത് കേട്ട് ഭർഷിച്ചു ചൊന്നാരിയാൾ ഭ്രാന്ത് കാട്ടുകയത്രേ. നിന്ദയും പരിഹാസവചനങ്ങളും അഭിനന്ദനങ്ങളും സമഭാവനയോട് കേട്ട് ഭക്തനും വാഴും കാലം വാഴയും തളർന്ന് അതിഭംഗിയാ വളർന്ന് അതിഭംഗിയിൽ ഒരു വാഴക്കുലയുമുണ്ടായി വന്നു. ചിന്തിച്ച പോലെ തന്നെ കുലയും വിശിഷ്ടമായി കണ്ടതുമൂലം ഭക്തനാനന്ദമുണ്ടായേറ്റം. പക്വമായി കായ്കൾ പഴുത്തിയിടുവാൻ തുടങ്ങവേ ഭക്തനും ഭഗവാനെ ധ്യാനിച്ചു തുടങ്ങിനാൻ. പാപി വൈദ്യൻ്റെ നിർദ്ദേശങ്ങളെ വാഴക്കുല ഭദ്രമായി പൊതിഞ്ഞുടൻ വീട്ടിലാക്കിനാൻ ഭക്തൻ. പരിഭാവനമായ ഗുരുവിൻ പാദാംബുജ സ്മരണയോട് വാണാ ഭക്തനും സദാകാലം. ഭക്തനെ പരിഹസിച്ചിടിനാൻ ചിലർ. തപഭക്തിയും വിശ്വാസവും നിഷ്ഫലമായി പോയി. എന്തു ചെയ്യുവാനൊക്കും സ്വാമി വന്നെത്തിയില്ല. ചിന്തിച്ചു പരിതപിച്ചിടുകന്നതേ വരും. സ്വാമി എന്നനുചരനാകിയ ശാനൊത്ത് ആമയകീനം കരിങ്കുളത്തു വസിക്കവേ ആശാനോടരുൾ ചെയ്തു ഗുരുദേവനും, നമുക്കൊരാശയുണ്ട്, ആശിപ്പതിനാകാരം വേണ്ടാതാനും. ബന്ധമെന്തതിനെന്ന് ചിന്തിച്ചു ഗുരുദേവൻ. ചിന്തിച്ചതുടൻ തന്നെ നടന്നു തുടങ്ങിനാൻ. ആശാനും അനുഗമിച്ചിടിനാൻ. അവർ രണ്ടും ആശു വന്നെത്തി. വള്ളക്കടവിൽ വള്ളം കയറാൻ തോണിയിൽ കരേറി അങ്ങെത്തിനാൻ. മൂന്നാം ദിനം ചേണെഴും വൈക്കം ശിവക്ഷേത്ര സന്നിധാനത്തിങ്കൽ മഴ കൊണ്ടാകെ നനഞ്ഞെത്തിയ ഗുരുവിനെ വഴിയെ പരിചരിച്ചിരുത്തി ശാന്തിക്കാരൻ തൃപാദം തൃക്കോവിലിൽ എഴുന്നള്ളിയ വാർത്ത പാപ്പി വൈദ്യനും ഗ്രഹിച്ചെത്തിനാനുടൻ തന്നെ കരിക്കും കൽക്കണ്ടവും പഴവും പൂജിപ്പാനായി ഗുരുസന്നിധി കൊണ്ടുവന്ന് കൈവണങ്ങിയിടിനാൻ. ഭഗവാൻ അരുൾ ചെയ്തു വൈദ്യനോടപ്പോൾ, നല്ല പടറ്റിപ്പഴം പൂജിച്ചിടുവാൻ ലഭിക്കുമോ?
ചൊല്ലിനാൻ വൈദ്യം ഗുരുവിനോടങ്ങേക്കായി നല്ലൊരു പഴറ്റി വാഴക്കുലയിരിപ്പുണ്ട്. ഭക്തൻ തൻ വ്രതാനുഷ്ഠാനങ്ങൾ തൻ വൃത്താന്തങ്ങൾ സ്നിഗ്ധതയോട് ഗുരുദേവനെ ധരിപ്പിച്ചു ഭക്തിയോടെ ഭക്തനെ അറിയിച്ചു വിവരം അതിവേഗം. ഭക്തനും കുലയുമായി എത്തിനാൻ തിരുമുമ്പിൽ ഭക്തനിൽ നിന്ന് പഴമൊന്നെടുത്തതിൻ പാതി സദ്ഗുരുവരൻ സ്വാമി പൂജിച്ചു. തൊലിയോട് ശേഷിച്ച പകുതിയാ ഭക്തന് നൽകി. ചുറ്റും ശേഷിച്ച ഭക്തർക്ക് ഓരോന്നഖിലേശ്വരൻ നൽകി. മന്ദമായി ചിരിച്ചു കൊണ്ടരുൾ ചെയ്തപ്പോൾ സ്വാമി എന്തോരു സ്വാദ് ഈ പഴത്തൊലിയും രുചിപ്രദം. ഇങ്ങനെ ഗുരുദേവൻ ചൊന്നത് കേട്ട് പഴം തിന്നു സർവരും തൊലി കളയാതെ അപ്പോൾ തന്നെ മാധുര്യമേറും പഴക്കരികൾ പൂജിച്ചവർ ചാതുര്യമോട് വ്യക്തി മഹാത്മ്യം വാഴ്ത്തിയിടിനാൻ. ഭക്തനെ അനുഗ്രഹിച്ച് ആശീർവാദവും ചെയ്തു. സ്നിഗ്ധതയോട് ഗുരുദേവന് അരുൾ ചെയ്തു. ഭക്തി കൊണ്ട് അഭീഷ്ടങ്ങൾ സാധ്യമെന്നതീ ഗുരു ഭക്തന്റെ വ്രതം കൊണ്ട് വ്യക്തമായാകെ എല്ലാവർക്കും നല്ലൊരു പാൽപ്പായസം നടത്തിയിടണം. നാളെ എല്ലാവരും അതിൽ പങ്കുകൊള്ളേണം. എല്ലാവരും അതിൽ പങ്കുകൊള്ളേണം സന്തോഷത്താൽ. ഗുരുവിൻ നിർദ്ദേശം പോൽ ഭംഗിയായി പിറ്റേ ദിവസം ഒരു പായസ സദ്യ നടന്നു ഗംഭീരമായി. പായസത്തിനു പാല് വന്നു ചേർന്നതുകൊണ്ട് പാടവമോടെ പറഞ്ഞിടിനാനൊരു മഹാൻ. പാലിനു പ്രയാസമാണിന്നാട്ടിലത് മൂലം പാലുണ്ണാ പറവൂരെന്നാണിതിൻ നാമം പോലും. പവനും കൊണ്ട് നടന്നേടിലും പാലില്ലെന്നാ ഭഗവാൻ അണഞ്ഞപ്പോൾ പാല് കൊണ്ട് അഭിഷേകം. ഒരിക്കൽ ഗുരുവരനാര് വിപ്പുറം മല നിരപ്പിലിരിക്കവേ അരികത്തെത്തി ജനം. സങ്കടമുണർത്തിച്ചു ദൈവമേ മഴയില്ലാതെന്തോരു ദുഃഖം കുഴിച്ചിടുവാൻ ജലമില്ല. കാലവർഷമായെന്നാ മഴയോ പെയ്യുന്നില്ല. കാലക്കേടൊരിക്കലും വന്നിട്ടില്ല ഇതുവരെ പോലെ. സാധുക്കൾ ഞങ്ങൾ കൃഷിക്കാരെന്നാൽ മഴയില്ലാതായതു മൂലമെല്ലാം നശിച്ചു ഭഗവാനെ. പാവങ്ങൾ പരിതാപം ചൊന്നത് കേട്ട് പരിപാവനൻ ഗുരുദേവൻ ഇങ്ങനെ അരുൾ ചെയ്തു. പരമേശനെ ഭജിച്ചിടുവൻ. മഴയ്ക്കായി ഭഗവാൻ അനുഗ്രഹിച്ചിടുകൾ മഴ പെയ്യും. ഇത് തന്നൊരു നല്ല മഴയുണ്ടാകും. നിങ്ങൾ നിന്നുഴലേണ്ട ചെന്ന് ദൈവത്തെ ഭജിക്കുവിൻ. അതിനായി 5 പദ്യം നൽകിയിടാം. അത് ചൊല്ലി അതിനായകനായ ശിവനെ സ്തുതിച്ചാലും ദേഹശുദ്ധി ചെയ്ത് സന്ധ്യയ്ക്ക് തന്നെ നിങ്ങൾ ദേവദേവനെ ജലമർദ്ദിച്ചു ഭജിക്കണം. ഇങ്ങനെ ചൊല്ലി അവർക്ക് 5 പദ്യവും നൽകി മംഗളപ്രധാനം ആശീർവാദവും ചെയ്തിടിനാൻ. ഭക്തന്മാർ വിശുദ്ധ സങ്കീർത്തനം ജപിച്ചെന്ന ശക്തിയായൊരു മഴ പെയ്തു ദുഃഖവും തീർന്നു. ഹരി നാരായണ നാരായണ.